പ്രവർത്തനം പോലെയല്ല, ഇത് സംഘടനാ പ്രവർത്തനം പോലെയല്ല. മൻ ആദാ ശഅറതൻ മിൻ ശഅരി, എന്റെ മുടിയിൽ നിന്നൊരു മുടിയെ ഒരാൾ വേദനിപ്പിച്ചാൽ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം ഹറാമാണ്. ആരാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇത്ര ഗൗരവമാണ് മോനെ വിഷയം. തഫ്സീറുർ റാസിയിൽ സൂറത്തുൽ ദുഹയുടെയും സൂറത്തുൽ ബയ്യിനയുടെയും വിശദീകരണം എടുത്താൽ അവിടെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മുടിയുടെ മഹത്വം ഒരാൾ നിഷേധിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണേ. ഇമാം റാസി രേഖപ്പെടുത്തിയതാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ പരിശോധിക്കാൻ വേണ്ടവർക്ക് പരിശോധിക്കാം. അപ്പോൾ എന്തൊരു വിരോധാഭാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദരണീയമായ മുടി, നിനക്കതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ മൗനം ദീക്ഷിക്കുകയല്ലേ വേണ്ടത്. ഈ കളി സാധാരണ രാഷ്ട്രീയ കളിയല്ല, ഇത് സംഘടനാ പകപോക്കലല്ല, അഭിപ്രായ ഭിന്നത രേഖപ്പെടുത്താനുള്ള വേദിയല്ല. ഏതായാലും ആരോപണം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയെ ചൊല്ലിയാകുമ്പോ മറ്റു മതക്കാർക്ക് പോലും തെറ്റായ ധാരണകൾ ഉണ്ടാക്കുന്ന വിധത്തിൽ ഇവിടെ തെരുവിലേക്ക് ചർച്ചകൾ വലിച്ചിട്ടവർ വേദനിക്കുമല്ലോ. ഞാനൊന്ന് പറയട്ടെ, ഈ വലീദ് ബിൻ മുഗീറ ചത്തുപോയി എന്ന് മാത്രമല്ല, ആ വലീദ് ബിൻ മുഗീറയുടെ മകനാണ് ഖാലിദ് ബിൻ വലീദ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആരാണ്? നബിതങ്ങളെ എതിർക്കാൻ ഇറങ്ങിയ ആളുടെ മകൻ നബിതങ്ങളുടെ പടയാളിയാണ്. അതാണ് അല്ലാഹു തആല കൊടുക്കുന്ന മറുപടി. ഈ ഖാലിദ് ബിൻ വലീദ് തങ്ങളാരാണ്? കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ സമരം നയിച്ച സേനാനായകനാണ്. മാത്രമല്ല, ആ യുദ്ധങ്ങളിൽ മുഴുവനും വിജയം വരിക്കാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി അതാ തലയിൽ തലപ്പാവിന്റെ തൊപ്പിയുടെ ഉള്ളിൽ വെച്ചിരുന്നത് കൊണ്ടാണ് യുദ്ധത്തിൽ മുഴുവനും വിജയം വരിച്ചതെന്ന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? അപ്പോൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലീദ് ബിൻ മുഗീറയെ ഈ വിധത്തിലാണ് മറുപടി പറഞ്ഞതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി കൊണ്ട് ബറക്കത്തെടുക്കൽ നബി തങ്ങൾ പഠിപ്പിച്ചത്, സ്വഹാബികൾ ചെയ്തത്, ഇമാമിയങ്ങൾ തുടർന്നു വന്നത്, അത് ബഹുമാനത്തോടെ സൂക്ഷിക്കൽ മഹാന്മാര് ചെയ്തതാണ്. അത് തന്നെയാണ് നമ്മൾ തുടർന്നു വരുന്നത്. നിങ്ങൾ അതാ ഇന്റർനെറ്റിലൂടെ പല തെറ്റായ ചിത്രങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന് മർക്കസ് ഉത്തരവാദിയല്ല, ഉസ്താദ് ഉത്തരവാദിയല്ല, ഞങ്ങൾ ഉത്തരവാദികളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിക്ക് എത്രമാത്രം ബഹുമാനമുണ്ടെന്നറിയോ? അതിലെ ചില മുടികൾ വളരുകയും അതിന് കവരമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്ന് ജവാഹിറുൽ ബിഹാറിൽ യൂസുഫ് നബഹാനി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ അത് നീണ്ടതായി മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈത്ത് ചെല്ലുമ്പോൾ അത് ഇളകുന്നതായി മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ എന്തെല്ലാം മഹത്വമുള്ള വിശുദ്ധ കേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാർ മുബാറക്. അപ്പൊ അതിനെതിരെ നമ്മൾ വിവരമില്ലാതെ അതിനെതിരെ ഇറങ്ങാൻ പാടില്ല. നമ്മൾ എല്ലാത്തിനോടും പക്വതയോടെയുള്ള സമീപനം സ്വീകരിക്കണം. വിഷയങ്ങളെ അതിന്റെ സോഴ്സിൽ നിന്ന് പഠിക്കണം. അറിയുമോ മോനെ, മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു ആരാണ്? സ്വഹാബിയാണ്. ആ മുആവിയ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി അലി റളിയല്ലാഹു അൻഹുവിന് ശേഷം അധികാരത്തിൽ വന്ന മഹാനാണ്. മഹാനവറുകൾ മരിക്കാൻ നേരം വസിയ്യത്ത് ചെയ്തു,
എന്റെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജുബ്ബയുണ്ട്, എന്റെ ജനാസയിൽ ആ ജുബ്ബ അണിയിച്ചു തരണേ. അവിടുത്തെ ഒരു മുണ്ടുണ്ട്, അതെനിക്ക് ഉടുപ്പിച്ചു തരണേ. അവിടുത്തെ ഒരു തട്ടമുണ്ട്, അതെനിക്ക് പുതച്ചു തരണേ. അവിടുത്തെ ഷെയറുകളുണ്ട്, മുടികളുണ്ട്, അതെന്റെ പഞ്ഞി വെക്കുന്ന സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയും നഖവും എനിക്ക് വെച്ചു തരണേ. വസിയ്യത്ത് ചെയ്തത് ആരാണ്? മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ എന്ന സഹാബിയാണ്. എവിടെയാ മോനെ ഇത് രേഖപ്പെടുത്തിയത്? ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായ വന്നിഹായ എന്ന ഗ്രന്ഥത്തിൽ, ലോകപ്രസിദ്ധ ചരിത്ര ഗ്രന്ഥത്തിലാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് ആ വിശുദ്ധ കേശത്തെ ആദരിക്കലും ബഹുമാനിക്കലും അതിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകലും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പുറത്ത് പറയുന്ന ആളുകളെ മുഖാമുഖത്തിന് പോകുന്ന ആളുകളല്ലേ, വഹാബികൾക്കൊക്കെ മറുപടി പറയുന്ന ആളുകളല്ലേ അപ്പുറത്ത് നിന്ന് ഇതിനെതിരെ തിരിഞ്ഞിട്ടുള്ളത്? മോനെ, അത് അസൂയ മൂത്ത ആളുകളാണ്. അതിന് 100 കണക്കിന് ഉദാഹരണങ്ങൾ വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും വേണ്ടി വന്നാൽ LCD-യുടെ സഹായത്തോടെ വിശദീകരിക്കും. പ്രാഥമികമായി അത് ആവശ്യമില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കൊണ്ടുവരാഞ്ഞത്. കാരണം കുറെ സമയം അതോടൊപ്പം തന്നെ അങ്ങനെയൊന്നും ആവശ്യമുള്ള ആളുകൾ ഇവിടെയില്ല. അസൂയ മൂത്തതിന്റെ പേരിലല്ലേ അവരെങ്ങനെ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്കിനോട് ആദരവുണ്ടെങ്കിൽ ഇവിടെയുള്ള ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധാരണ വരുത്താൻ അവരിറങ്ങുമോ? അപ്പൊ നിങ്ങൾ പറയും, അപ്പുറത്തുള്ളവര് മുഖാമുഖം നടത്തുന്ന ആളുകളല്ലേ, മറുപടി പറയാൻ പോണ ആളുകളല്ലേ. അങ്ങനെയൊക്കെയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം മറന്നുപോയാ